കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ എ സമ്പത്ത് എംപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആറ്റിങ്ങലിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. തത്സമയം രാജ്യത്താകെയുള്ള ജനങ്ങൾക്കുണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, ആ സർക്കാർ ഇനിയൊരു 5 വർഷം കൂടി തുറന്നാൽ നമ്മുടെ രാജ്യത്തിന് സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്നതിനെക്കുറിച്ച് അത്യന്തം ഉത്കണ്ഠയിലാണ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും. ഇതിന് കാരണം ഈ കഴിഞ്ഞ 5 വർഷക്കാലം ആ ഭരണം നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും മേഖലയിൽ മുന്നോട്ട് നയിച്ചില്ല എന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെതായ തനത് മൂല്യങ്ങളുണ്ടായിരുന്നു. അവയെല്ലാം നശിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇതിനിടയാക്കിയത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരുടെ സ്വഭാവമാണ്, പ്രത്യയശാസ്ത്രമാണ്. ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് BJP ആണ്. BJPക്ക് നേതൃത്വം കൊടുക്കുന്നത് RSS ആണ്. RSSന്റെ അജണ്ട നടപ്പാക്കുന്നതിനാണ് മോഡി ഗവൺമെൻറ് ഇവിടെ ശ്രമിച്ചത്. ഇതിൻ്റെ ഭാഗമായി ഏറ്റവും വലിയ ആപത്ത് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥിതിക്കാണ്. കാരണം ജനാധിപത്യത്തോട് തെല്ലും കൂറില്ലാത്ത കൂട്ടരാണിവർ. അവർക്ക് നാസിസത്തോടാണ് കൂറ്. അതുകൊണ്ട് തന്നെ ജനാധിപത്യ വ്യവസ്ഥിതിയെ എത്ര കണ്ട് ദുർബലപ്പെടുത്താനാകും, ഇതാണ് RSSന്റെ നയമനുസരിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം ഈ രാജ്യത്തിലെ ഗവൺമെൻറ് ശ്രമിച്ചു വന്നു. അതിൻ്റെ ഫലമായി ജനാധിപത്യ സ്ഥാപനങ്ങൾ വലിയ തോതിൽ ദുർബലപ്പെട്ടു. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതയായ പാർലമെന്ററി ജനാധിപത്യം, ആ പാർലമെന്ററി ജനാധിപത്യം ഇവിടെ ആവശ്യമില്ല എന്നാണ് RSS ചിന്തിക്കുന്നത്. സഖാവ് സമ്പത്തൊക്കെ ഉൾക്കൊള്ളുന്ന പാർലമെന്റിന് മുന്നിൽ അനേകം ഘട്ടങ്ങളിൽ പ്രധാനമന്ത്രി പാർലമെന്റ് മുഖേന രാജ്യത്തോട് മറുപടി പറയേണ്ട ഒട്ടേറെ പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. പ്രധാനമന്ത്രി മറുപടി പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ലോക്സഭാ സമ്മേളനം തന്നെ സ്തംഭിക്കുന്ന അവസ്ഥ വന്നു. പക്ഷേ പകവച്ചില്ല.
ജനാധിപത്യത്തോട് ബഹുമാനമുണ്ടെങ്കിൽ പാർലമെന്റിനെ ബഹുമാനിക്കാൻ തയ്യാറാണ്. പാർലമെന്റിനെ പൂർണ്ണമായി അവഗണിക്കുന്ന നിലയാണ് ഉണ്ടായത്. ജനാധിപത്യ സ്ഥാപനങ്ങളെ, ഭരണഘടനാ സ്ഥാപനങ്ങളെ ഓരോന്നോരോന്നായി ദുർബലപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ നെടുംതൂണുകളായി സാധാരണ വിശേഷിപ്പിക്കുന്ന ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും എന്നൊക്കെ പറയാറുണ്ടല്ലോ. ആ നെടുംതൂണുകളിലൊന്ന് ജുഡീഷ്യറി. ആ ജുഡീഷ്യറിയുടെ പരമോന്നത സ്ഥാനത്തിരിക്കുന്നവർ, സുപ്രീം കോടതിയിലെ സീനിയറായ ജഡ്ജിമാർ, അവരെ കസേരയിൽ നിന്നിറങ്ങി വന്ന് സുപ്രീം കോടതി ജഡ്ജിമാരായി ഇരിക്കുമ്പോൾ തന്നെ രാജ്യത്തോട് കുറേ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അവർ നടത്തിയ പത്രസമ്മേളനത്തിലൂടെ ജുഡീഷ്യറിയെ എങ്ങനെയൊക്കെ വരുതിയിലാക്കാൻ നോക്കുന്നു എന്നുള്ളതായിരുന്നു. ഏതെല്ലാം തരത്തിൽ ജുഡീഷ്യറിയുടെ മേലെ കടന്നു കയറാൻ നോക്കുന്നു എന്താണ് അവർ പറഞ്ഞത്. എല്ലാം എക്സിക്യൂട്ടീവിൻ്റെ, മോഡി ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾക്കെതിരെയുള്ള വിമർശനങ്ങളായിരുന്നു. അവർ പോലും അതിന് നിർബന്ധിക്കപ്പെട്ടു. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ നോക്കുകുത്തിയാക്കുന്നത് നാം കണ്ടു. ഈ രാജ്യത്തെ ജനങ്ങളെ ആകെ പ്രതികൂലമായി ബാധിക്കുന്ന, രാജ്യത്തിനും ജനങ്ങൾക്കും ഒരേപോലെ പിറകോട്ടടി സംഭവിപ്പിച്ച, രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിന് തടസ്സമായി മാറിയ നോട്ട് നിരോധനം സാധാരണ അത്തരമൊരു നടപടിയിലേക്ക് കടക്കുമ്പോൾ റിസർവ് ബാങ്കിൻ്റെ ശുപാർശമാണ്. അക്കാലത്ത് റിസർവ് ബാങ്കിൻ്റെ മേധാവിയായിരുന്നയാള് പരസ്യമായി പറഞ്ഞു, ഞാൻ നൽകിയ ഉപദേശം ഈ നോട്ട് നിരോധനം നടപ്പാക്കാൻ പാടില്ല എന്നായിരുന്നു. റിസർവ് ബാങ്ക് നടപ്പാക്കാൻ പാടില്ലെന്ന് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം നടപ്പാക്കിക്കൊണ്ടാണ് നമ്മളെയെല്ലാം വിഷമത്തിലാക്കിയത്, രാജ്യത്തെ ആകെ പ്രയാസത്തിലാക്കിയത്. ആരുടെ ഉപദേശമായിരുന്നു? റിസർവ് ബാങ്കിനേക്കാളും മേലെ ഉപദേശം നൽകാൻ ആരാണുണ്ടായത്? ഇതേവരെ അത് വ്യക്തമാക്കിയിട്ടില്ല. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സ്ഥാപനങ്ങൾ എല്ലാം ഞാൻ എടുത്ത് എണ്ണി പറയുന്നില്ല. എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ അകറ്റി വരുന്നുണ്ടാവും. ഏതെല്ലാം തരത്തിൽ ഇതേപോലെ തകർക്കൽ നടപടിയെടുത്തു എന്നുള്ളത്. ഇവിടെ രാജ്യത്തിലെ അന്വേഷണ ഏജൻസികളിൽ ഏറ്റവും അധികം അംഗീകാരം ലഭിക്കേണ്ട ഒരു ഏജൻസിയാണ് CBI.
CBIയുടെ സ്ഥാനാർത്ഥി വന്നപ്പോൾ നമ്മൾ കൈ കൊടുത്തില്ലേ മോശമാണല്ലോ. ഇതുപോലെ ഒരു ദുർഗതിയിലാണ് CBIയെ പെടുത്തിയത്. ഒരു ദിവസം അർദ്ധരാത്രി പോലീസ് ഇരച്ചു കയറി ഒരു കൂപ്പ് CBI ആസ്ഥാനത്ത് നടക്കുന്നു. വലിയ കഥയാണ്, കഥയിലേക്കൊന്നും ഞാനിപ്പോൾ വിശദമായിട്ട് പോകുന്നില്ല. നിയമവാഴ്ചയോട് തെല്ലെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ അത്തരമൊരു നടപടി എടുക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ നടപടി റദ്ദ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന CBI ഡയറക്ടറെ പുനഃസ്ഥാപിക്കാൻ സുപ്രീം കോടതി തയ്യാറായി. പക്ഷേ വീണ്ടും ആ വഴിക്ക് തന്നെ സഞ്ചരിച്ചു. ഈ പ്രശ്നത്തിൽ ഏറ്റവും അധികം നിഷ്പക്ഷമായി കാര്യങ്ങൾ നീക്കേണ്ട ഒരു ഏജൻസിയാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ആ സെൻട്രൽ വിജിലൻസ് കമ്മീഷനെയും കുഴപ്പത്തിലാക്കി. ഇങ്ങനെയുള്ള ഒട്ടേറെ നടപടികൾ. ഇതോടൊപ്പം തങ്ങളുടെ അഭിപ്രായം എല്ലാവരും അംഗീകരിച്ചോളണം. നമ്മുടെ രാജ്യം വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പലപ്പോഴും ഉയരുന്ന ഒരു രാഷ്ട്രമാണ്. അതാണ് ഈ രാജ്യത്തിൻ്റെ കരുത്തും. ധാരാളം ഉൽപ്പതിഷ്ണുക്കൾ നമ്മുടെ രാജ്യത്ത് വധിക്കപ്പെട്ടു. ഗോവിന്ദ് ബൻസാരിയെ പോലുള്ള, കൽബുർഗിയെ പോലുള്ള, ദാബോൽക്കറിനെ പോലുള്ള ഒട്ടേറെ പേർ വധിക്കപ്പെട്ടു. അവരൊന്നും ഒരു തെറ്റും ചെയ്തവരല്ല. അവരെല്ലാം ഉൽപ്പതിഷ്ണുക്കളായിരുന്നു, സ്വന്തമായി അഭിപ്രായമുള്ളവരായിരുന്നു. യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ തല ഉയർത്തിപ്പിടിച്ചത് പറയുന്നവരായിരുന്നു. അത് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അവരെ കൊന്നു തള്ളാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് അവരെ കൊന്നു തള്ളിയത്. നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിലൊരു ഏകതാരൂപമാണെന്ന് പറയാൻ പറ്റില്ല. വൈവിധ്യമാർന്ന സംസ്കാരമാണ് ഇന്ത്യയുടെ പ്രത്യേകത. വിവിധ മതങ്ങൾ, വിവിധ ജാതികൾ, വിവിധ ഭാഷകൾ, വിവിധങ്ങളായ സംസ്കാരങ്ങൾ, ഇങ്ങനെയുള്ള ഒട്ടേറെ ബഹുസ്വരത നിലനിൽക്കുന്ന ഒരു രാഷ്ട്രം. ഇതിനെ ആകെ ഏകശിലാരൂപത്തിലാക്കാൻ എൻ്റെ മതം മാത്രമേ ഇവിടെ പാടുള്ളൂ, ഞങ്ങൾ സംസാരിക്കുന്ന ഭാഷ മാത്രമേ ഇവിടെ സംസാരിക്കുള്ളൂ, ഞങ്ങളുടെ സംസ്കാരം മാത്രമേ ഇവിടെ പുലരുള്ളൂ, ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം മാത്രമേ ഇവിടെ കഴിക്കുള്ളൂ. ഇതിൻ്റെ എല്ലാം മേലെ എന്തെല്ലാം നടന്നു, ഏതെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങളും കൊലപാതകങ്ങളും നടന്നു. നമ്മുടെ രാജ്യം വിറങ്ങലിച്ചു നിന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ഒരു ഘട്ടത്തിൽ ഒരു പ്രത്യേക മതന്യൂനപക്ഷം ഇന്ന തീയതി വരെയേ ഇന്ത്യയിൽ ഉണ്ടാകൂ എന്ന് പറയാൻ സംഘപരിവാർ തയ്യാറായി.
അവർക്ക് നേരെ ആക്രമണവും കൊലപാതകവും അഴിച്ചുവിടുകയായിരുന്നു. ചിലരെ കണ്ടാൽ ആ കാഴ്ചയിൽ മതമേതാണെന്ന് തിരിച്ചറിയുമ്പോൾ അവരെ കൊല്ലാൻ തയ്യാറാകുന്നൊരു സംസ്കാരം രാജ്യത്ത് വളർന്നു വന്നു. അതാണ് ഡൽഹി ട്രെയിനിൽ ജുനൈദിനെ കൊലപ്പെടുത്തുമ്പോൾ നാം കണ്ടത്. വീട്ടിൽ സൂക്ഷിച്ച ഭക്ഷണം ആ വീട്ടിലെ ഫ്രിഡ്ജിലുള്ള ഭക്ഷണം എടുത്തിട്ട് ഇത് തങ്ങൾക്ക് യോജിക്കാത്ത ഭക്ഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടുടമസ്ഥനെ കൊലപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. പശുവിൻ്റെ പേരിൽ ആളുകളെ കൊല്ലുന്നത് നമ്മൾ കണ്ടു. എന്തെല്ലാം സംഭവം. ഇതിൻ്റെ കൂടെ രാജ്യത്തെ തൊഴിലാളികൾ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് പ്രക്ഷോഭ രംഗത്തേക്ക് വന്നു. RSS കണ്ണുരുട്ടി BMS-നെ പിന്തിരിപ്പിച്ചെങ്കിലും സംഘടന എന്ന നിലയിലുള്ള പിന്മാറ്റം മാത്രമേ ഉണ്ടായുള്ളൂ. അതിലുള്ള തൊഴിലാളികളെല്ലാം ഈ രാജ്യം കണ്ട എല്ലാ സംയുക്ത പ്രക്ഷോഭത്തിലും ഉണ്ടായി എന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവം. കർഷകര് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രചരണം. പക്ഷേ പിന്നീട് ഓർമ്മിച്ചതേയില്ല. കാർഷിക ചെലവും അതിൻ്റെ പകുതിയും ചേർത്തുകൊണ്ട് താങ്ങുവില നൽകണമെന്ന ശുപാർശ എവിടെയും നടപ്പാക്കാൻ തയ്യാറായില്ല. ഈ രാജ്യം ഏറ്റവും വലിയ കർഷക പ്രക്ഷോഭങ്ങൾ കണ്ടു. ആ കർഷക പ്രക്ഷോഭത്തെ മധ്യപ്രദേശിൽ 5 പേരെ ചുട്ടുകൊന്നുകൊണ്ടാണ് അവിടുത്തെ BJP ഗവൺമെന്റ് നേരിട്ടത്. ഇങ്ങനെ ജനദ്രോഹം, തൊഴിലാളി ദ്രോഹം, കർഷക ദ്രോഹം, എല്ലാ ജനങ്ങൾക്കും ദ്രോഹം, ജനാധിപത്യത്തിന് ഭീഷണി, മതനിരപേക്ഷതയെ അപകടപ്പെടുത്താനുള്ള നീക്കങ്ങൾ, ഇത്തരത്തിലുള്ള ഒരു കൂട്ടർ ഇനിയും അധികാരത്തിൽ വന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളത് ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കുക എന്നുള്ളതിനാണ്. സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന NDA ഗവൺമെന്റിനെ താഴെ ഇറക്കുക. ഇതിനൊരു അവസരം അവർക്കില്ലാതിരിക്കുക. ഇക്കാര്യത്തിൽ രാജ്യത്താകെ പൊതു അഭിപ്രായം രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, BJPക്ക് എങ്ങനെ ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ കഴിഞ്ഞു?